പിന്നെ താങ്കൾ പറഞ്ഞു ഈ ധാർമ്മികത എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വരുന്നത്. ധാർമ്മികത പിന്നെ എങ്ങനെയാണ് വരുന്നത്? നമ്മളുടെ ധാർമ്മികത ഇവോൾവ് ചെയ്തതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളില്ലേ? താങ്കളുടെ ഇപ്പോൾ അടിമത്തത്തിന്റെ പേരുള്ള ചോദ്യത്തിന് മുന്നിൽ താങ്കൾ സ്തബ്ധനായി ഇവിടെ നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? ലോകത്ത് ആ ധാർമ്മികത, അടിമത്തം സംബന്ധിച്ചുള്ള ധാർമ്മികത ഇവോൾവ് ചെയ്തു. താങ്കളിലും ചെയ്തിട്ടുണ്ട്. കാരണം താങ്കൾ ജീവിക്കുന്നത് കോഴിക്കോടാണ് അല്ലെങ്കിൽ വയനാടാണ്, എനിക്ക് എക്സാക്ട്ലി അറിയില്ല. അവിടെ താങ്കൾക്ക് ചുറ്റുമുള്ള വ്യവസ്ഥകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും വ്യക്തികളും അവരുടെ ധാർമ്മികത പരിഷ്കരിച്ചപ്പോ താങ്കളുടെ ഈ പുസ്തകത്തിന്റെ ധാർമ്മികത താങ്കൾക്ക് പുറത്തു പറയാൻ കൊള്ളാത്തതായി മാറി. ധാർമ്മികത പരിഷ്കരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതിനൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ്. പഴയ ആരോപണം നിങ്ങൾ മാറുന്നില്ലല്ലോപ്പാ. നിങ്ങൾ പഴയ കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ പറയുന്നത്? ജിബ്രീൽ വന്ന് മുഹമ്മദ് ഹീറ ഗുഹയിൽ വന്നു, മാറ്റിയിട്ടുണ്ടോ? അടിസ്ഥാനപരമായ ഒരു കാര്യത്തിലും മാറ്റമില്ലാത്ത നിങ്ങൾ പറയാണ് അതേ ആരോപണങ്ങൾ, അതേ മറുപടികൾ. പിന്നെ നിങ്ങളൊന്ന് മാറൂ, നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ മാറ്റിവെക്കും. നിങ്ങൾ പറയും അടിമത്തം തെറ്റാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ബൗദ്ധികമായ അടിമത്തവും ഭൗതികമായ അടിമത്തവും ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ നമ്മളും പ്ലേറ്റ് മാറ്റാം. നിങ്ങൾ മാറാത്തത് കൊണ്ടാണ് നിങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ മാറാത്തതും അതിന്റെ മൂർച്ച കൂടുന്നതും നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരുന്നത്. അല്ലാതെ മറ്റുള്ളവർ ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ പുതിയ പുതിയ തിയറീസ് കൊണ്ടുവരൂ. പിന്നെ ഇദ്ദേഹത്തിന് ജനാധിപത്യപരമായ ഒരു കാര്യം പറഞ്ഞു, ഇദ്ദേഹം നിയമത്തിന്റെ കാര്യം പറഞ്ഞു. നിങ്ങളുടെ നിയമങ്ങളൊന്നും മാറുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഏത് നിയമമാണ് മാറ്റാൻ പറ്റുന്നത്? ഈ പറഞ്ഞ് ഞാൻ 3 കല്ലിന്റെ ശുചിയാക്കാനായിട്ട് ഓഡ് നമ്പറുള്ള പെബിൾസ് കല്ല് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ ചിലത് മാറ്റിയിട്ട് ടിഷ്യൂ പേപ്പറും ആക്കിയിട്ടുണ്ട്. എന്താണ് ഈ 3ന്റെ യുക്തി എന്ന് ഞാൻ ചോദിച്ചു. കുട്ടിക്ക് മിണ്ടാട്ടമില്ല. യുക്തിസഹമായ മതമാണെങ്കിൽ അതിന്റെ ഓരോ അണുവിലും യുക്തി ഉണ്ടാവണം, ഏതെങ്കിലും ഒരു തരം യുക്തി. നിങ്ങളൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു യുക്തി പോലും ഇവിടെ അവതരിപ്പിക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾ പറയാണ് എന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നില്ല എന്ന്. ഈ വിഗ്രഹാരാധനയെ കുറിച്ചൊരു മറുപടി പറയുമോ താങ്കൾ? വിഗ്രഹം മോശമാണോ? വിഗ്രഹാരാധന മോശമാണോ? അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മോശമാണോ? അത് താങ്കൾ പറയണം. ഇനി ഈ മൊത്തം മനുഷ്യർക്കും തുല്യ അവകാശം ആണ് ഈ ഇസ്ലാമിലുള്ളതെന്നാണ് പറഞ്ഞത്. രാജാവും എല്ലാവരും, അദ്ദേഹം പറഞ്ഞോന്നറിയില്ല, അദ്ദേഹം ഇങ്ങനെ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ മക്കയിലേക്ക് അല്ലെ കാബയ്ക്ക് ചുറ്റുമുള്ള സ്ഥലം മറ്റു മനുഷ്യർക്ക് കൊട്ടിയടച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? അതിനൊരു യുക്തിസഹമായ മറുപടി താങ്കൾ ഈ വേദിയിൽ നിന്ന് പറഞ്ഞിട്ടേ പോകാം. താങ്കൾ പറയും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇത് മോശമാണ്, അമാനവികമാണ്, തെറ്റാണ്, വൃത്തികെട്ട പരിപാടിയാണ്. ഇങ്ങനെയല്ല ആധുനിക ജനാധിപത്യ സമൂഹം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ മെക്കയിലേക്കും കബയിലേക്കും അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഇനിയിപ്പോൾ പറയാം അദ്ദേഹം തെറ്റാണെന്ന് പോലും പറയുമെങ്കിൽ ആദ്യത്തെ ചോദ്യം ശരിയാണോ? ഇനി ശരിയാണെങ്കിൽ എന്താണ് അതിന്റെ മതയുക്തി? അള്ളാഹു എല്ലാവരെയും ക്രിയേറ്റ്